വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ഗോൺ വിത്ത് ദ സ്കൂട്ടർ എന്ന പാഠമാണ്. അതിൻ്റെ പാർട്ട് 2 ആണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് പേജ് 14-ാമത്തെ പേജാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞൊരു പന്ത് തട്ടുന്ന കാര്യം. കമോൺ ജെ, പ്ലേ ദ ഷോട്ട് ആൻഡ് ഡ്രൈവ് ഇറ്റ് ടുവേഴ്സ് ദ ഗോൾ പോസ്റ്റ്, മനോജ് സെഡ് ലൗഡ്ലി. മനോജ് ഒച്ചത്തെ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? കമോൺ ജെ. വന്നാലും ജെ. ജെ ഒരുത്തിൻ്റെ പേരാ, ഒരു പയ്യൻ്റെ പേരാ. കമോൺ ജെ, പ്ലേ ദ ഷോട്ട് ആൻഡ് ഡ്രൈവ് ഇറ്റ് ടുവേഴ്സ് ദ ഗോൾ പോസ്റ്റ്. പന്ത് ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചുകൊണ്ട് പോകാമെന്നാണ് അവൻ പറഞ്ഞത്. ജെ ടൈറ്റൻഡ് ഹിസ് റിസ്റ്റ് അറൗണ്ട് ദ സ്റ്റിക്ക്. നല്ലവണ്ണം മുറുകെ പിടിച്ചു ആ കമ്പേലി. വിത്ത് ദ ഫ്ലാറ്റ് സൈഡ് ടച്ചിങ് ദ ബോൾ. അതിൻ്റെ ഫ്ലാറ്റ് സൈഡുള്ള പരന്ന ഭാഗം അത് പന്തത്തോട് മുട്ടിച്ചു. ഹേ ടച്ചിങ് ദ ബോൾ. ബോളിൽ ഇങ്ങനെ തൊട്ട് ചേർത്ത് പിടിച്ചു. ഹി ഹിറ്റ് ദ ബോൾ സോ ഹാർഡ്. എന്നിട്ട് നല്ലൊരു അടി കൊടുത്തു. ഹി ഹിറ്റ് ദ ബോൾ സോ ഹാർഡ്. വളരെ ശക്തിയില്ല പന്തിട്ട് അടിച്ചു. ദാറ്റ് ഇറ്റ് വെൻ പാസ് ദ പ്ലേ ഗ്രൗണ്ട്. അത് പ്ലേ ഗ്രൗണ്ടിൻ്റെ നിന്ന് പുറത്തേക്ക് പോയി. പ്ലേ ഗ്രൗണ്ട് ഗേറ്റ് ആൻഡ് ഫെൽ ഇൻ ടു ദ ബാസ്ക്കറ്റ് ഓഫ് എ പാസിങ് സ്കൂട്ടർ. വഴിയിൽ ഒറ്റയടിയായിരുന്നു. അപ്പോൾ വഴിയിലേക്ക് പോയി. വഴിയിൽ ഒരു സ്കൂട്ടർ പോകുന്നുണ്ട്. ആ സ്കൂട്ടറിൻ്റെ ബാസ്ക്കറ്റിലോട്ടാണ് ചെന്ന് വീണത്. ആ പടത്തിൽ കാണാൻ അയാൾ കണ്ടില്ലേ പോകുന്നത്. അപ്പോൾ അയാളുടെ ബാസ്ക്കറ്റിലേക്ക് ചെന്ന് വീണു. Hit the ball so hard that it went past the playground gate. അത് പ്ലേ ഗ്രൗണ്ട് ഗേറ്റും കടന്ന് വഴിയിലൂടെ പോയ ഒരാളുടെ സ്കൂട്ടറിൻ്റെ ബാസ്ക്കറ്റിൻ്റെ അകത്ത് ചെന്ന് വീണു. ദി സ്കൂട്ടറിസ്റ്റ് ഹു വാസ് അൺഅവെയർ ഓഫ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. എന്താ സംഭവിച്ചെന്ന് സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ആൾക്ക് അറിഞ്ഞില്ല. ഹി വാസ് അൺഅവെയർ. അയാൾക്ക് മനസ്സിലായില്ല, അതിനെപ്പറ്റി അവയർനെസ് ഇല്ലായിരുന്നു. വാട്ട് ഹാഡ് ഹാപ്പൻഡ്, എന്താ സംഭവിച്ചെന്ന് സ്കൂട്ടറുകാരൻ അറിഞ്ഞില്ല. ഡ്രൂ പാസ്, അയാൾ വേഗത്തിൽ ഓടിച്ചു പോയി. ബൈ ദ ടൈം ദ ചിൽഡ്രൻ റാൻ ടു ദ ഗേറ്റ്. ആ സമയത്ത് എല്ലാവരും ഗേറ്റിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. കുട്ടികളെല്ലാം ഗേറ്റിന് സമീപത്തേക്ക് ഓടിച്ചെന്നു. ദ സ്കൂട്ടർ വാസ് ഗോൺ. സ്കൂട്ടർ അങ്ങ് പോയിരുന്നു. ആൻഡ് സോ വാസ് ദ ബോൾ. ബോളിൻ്റെ കാര്യം അങ്ങനെ തന്നെ. ബോളും ആ സ്കൂട്ടറിൻ്റെ കൂടെ പോയി. ദേ ലുക്ഡ് അറ്റ് ഈച്ച് അതർ. അവർ അന്യോന്യം നോക്കി. ആൻഡ് ബേഴ്സ്റ്റ് ഇൻ ടു ലാഫർ. എന്നിട്ടോ പൊട്ടിച്ചിരിച്ചു. നമ്മൾക്ക് അടുത്ത പേജ് നോക്കാം. ന്യൂ വേർഡ്സ് ആണ്. ഡ്രിബിൾ. ഡ്രിബിൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഡ്രിബിൾ എന്ന് പറഞ്ഞാൽ പന്ത് സാവധാനം തട്ടി കൊണ്ടുപോകുന്നതിനാണ് ഡ്രിബിൾ എന്ന് പറയുന്നത്. റസ്ലിംഗ്, മർമ്മരം എന്നാണ് മലയാളത്തിൽ പറയാം. റസ്ലിംഗ്, മർമ്മരം. ഇലകൾക്കിടയിലൂടെ പന്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇലയെ തട്ടി പോകുമ്പോൾ പ്രത്യേക സൗണ്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് റസ്ലിംഗ്. ഗ്രാബ്, മുറുകെ പിടിക്കുക. ഗ്രാബ്. ബോസ്റ്റ്, പൊങ്ങച്ചം പറയുക. അണവയർ, അതിനെപ്പറ്റി മനസ്സിലാകാതെ ബോധവാനല്ലാതെ എന്നാണ്. തഡ്, അത് വീഴുന്നൊരു തഡിങ് സൗണ്ടിന് കാര്യമാണ്. Touch means it is a sound produced when the ball is fall on the ground. നിലത്തോട്ട് പന്ത് വീണപ്പോൾ ഉണ്ടായ ഒച്ച, അതാ തഡെന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലെറ്റ് us think, നമുക്ക് ആലോചിക്കാം. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യം ഒന്ന് ഉത്തരം പറയണം. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. വാട്ട് വാസ് ഗോപി ഡൂയിങ് ഓൺ ദ വരാന്ത. അത് ആദ്യത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അതാണ്. വാട്ട് വാസ് ഗോപി ഡൂയിങ് ഓൺ ദ വരാന്ത. അവൻ എന്തായിരുന്നു വരാന്ത ചെയ്തുകൊണ്ടിരുന്നത്? ഉത്തരം ഇതാണ്. ഗോപി വാസ് സിറ്റിംഗ് ഇൻ ദ വരാന്ത റീഡിങ് എ ബുക്ക്. ഗോപി വാസ് സിറ്റിംഗ് ഇൻ ദ വരാന്ത റീഡിങ് എ ബുക്ക്. അത് അത്രയുള്ള ആൻസർ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് സൗണ്ട് ഡിഡ് ഗോപി ഹിയർ ബിഫോർ ഹി വെൻറ്റ് ടു ദ ഗാർഡൻ. തോട്ടത്തിൽ പോകുന്നതിന് മുമ്പേ ഗോപി എന്താ ഒച്ച കേട്ടത്? അതാ ചോദ്യം. എൻ്റെ ഉത്തരം ഇതാണ്. ഹി ഹാഡ് സംതിങ് റസ്ലിംഗ് പാസ്റ്റ് ആൻഡ് ഫോളിങ് വിത്ത് എ തഡ് ഇൻ ദ ഗാർഡൻ. ഒന്നും കൂടി പറയാം. ഹി ഹാഡ് സംതിങ് റസ്ലിംഗ് പാസ്റ്റ് ആൻഡ് ഫോളിങ് വിത്ത് എ തഡ് ഇൻ ദ ഗാർഡൻ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ഗോബി സെർച്ച് ഫോർ ദ ബോൾ. അതിൻ്റെ ഉത്തരം ഇതാണ്. ഹി സെർച്ച് ഇൻ ബിറ്റ്വീൻ ദ തിക്ക് ഗ്രാസ് നിയർ ദ ഗാർഡൻ ഫെൻസ്. ഹി സെർച്ച് in between the thick grass near the garden fence, but he found nothing. പക്ഷെ ഒന്നും കണ്ടില്ല. then he found a heap of dry leaves. പിന്നെ അവൻ കണ്ടു ഒരു ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ്, ഉണങ്ങിയ ഇല കൂടിക്കിടക്കുന്നത്. there he found a white ball on the heap. അവിടെ ഒരു വെളുത്ത പന്തുണ്ടായിരുന്നു ആ ഹീപ്പിൻ്റെ മുകളിൽ. he took it. അവനതെടുത്തു. അടുത്തത്, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ടേബിൾ എന്താണെന്ന് നോക്കാം. ആദ്യം സീരിയൽ നമ്പർ ഇടുന്നു. 1, 2 ABCD എന്ന താഴേക്ക്. പിന്നെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, ഒരു സംഭാഷണം. ആ ഡയലോഗ്
വാസ് സെഡ് ബൈ, ആരാണിത് പറഞ്ഞെന്നും പറയണം. ഡയലോഗ് വാസ് സെഡ് ടു, ആരോടാ പറഞ്ഞെന്നും പറയണം. അപ്പം നമുക്ക് ആ ഡയലോഗൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ആരോട് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. ദ ബോൾ ഐ ഫൗണ്ട് ഈസ് എ ഹോക്കി ബോൾ. അതാരാ പറഞ്ഞത്? നിങ്ങൾ ഓർക്കുന്നില്ലേ? ദ ബോൾ ഐ ഫൗണ്ട് ഈസ് എ ഹോക്കി ബോൾ. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ദ ഡയലോഗ് വാസ് സെഡ് ബൈ എന്നുള്ളതിൻ്റെ താഴെ ബൈ ഗോപി എന്നെഴുതാം. ഡയലോഗ് വാസ് സെഡ് ബൈ ഗോപി എന്ന് എഴുതാനിടയില്ലെങ്കിൽ ബൈ ഗോപി എന്നെങ്കിലും എഴുതണം. മനസ്സിലായില്ലേ? ദ ഡയലോഗ് വാസ് സെഡ് ബൈ ഗോപി, അങ്ങനെ എഴുതേണ്ടത്. ഡയലോഗ് വാസ് സെഡ് ടു, ആരാ പറഞ്ഞത്? ഡയലോഗ് വാസ് സെഡ് ടു ദീപക്. ദീപക്കിനോടാണ് പറഞ്ഞത്. അവിടെ ആദ്യത്തെ ബൈ ഗോപി എന്നും രണ്ടാമത്തെ ടു ദീപക് എന്നും എഴുതിയാൽ മതി. തൽക്കാലത്തേക്ക് ഇടയുണ്ടെങ്കിൽ വിശദമായിട്ട് എഴുതാം. ദ ഡയലോഗ് വാസ് സെഡ് ബൈ ഗോപി, ഡയലോഗ് വാസ് സെഡ് ടു ദീപക്. കേട്ടോ? അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ഇതുണ്ട്, ദ ഡയലോഗ് വാസ് സെഡ് ബൈ ഗോപി, ഡയലോഗ് വാസ് സെഡ് ടു ദീപക്. അടുത്തത്, മൈ ഫാദർ ബ്രോട്ട് മീ എ ബ്രാൻഡ് ന്യൂ ഫുട്ബോൾ. അതാരാ പറഞ്ഞേ? മൈ ഫാദർ ബ്രോട്ട് മീ എ ബ്രാൻഡ് ന്യൂ ഫുട്ബോൾ. ദീപക്കാണെന്ന് തോന്നുന്നു അല്ലേ? ടു ഗോപി, ദീപക് പൊങ്കച്ചൻ പറഞ്ഞതാണ് അല്ലേ? സോ അതിൽ എഴുതേണ്ടത് ഡയലോഗ് വാസ് സെഡ് ബൈ ദീപക്, അടുത്തത് സെഡ് ടു ഗോപി, ടു ഗോപി എന്ന് എഴുതണം. ആദ്യത്തിൽ ബൈ ദീപക് എന്നും രണ്ടാമത്തിൽ ടു ഗോപി എന്ന് എഴുതാം. മൂന്നാമത്തെ സി, ഐ ലോസ്റ്റ് എ ബോൾ 4 months ago. അതാരാ പറഞ്ഞത്? അത് മനോജ് പറഞ്ഞതാണ്. അപ്പം സെഡ് ബൈ മനോജ് എന്ന് താഴെ എഴുതണം. മറ്റത് രണ്ടാമത്തെ പദത്തിൽ സെഡ് ടു ഗോപി. മനസ്സിലല്ലേ? സെഡ് ടു ഗോപി എന്ന് എഴുതാം. ഷോ മീ ദ ബോൾ ആൻഡ് ഐ വിൽ ടെൽ യു. അതാരാ പറഞ്ഞത്? രമണിയാണ് പറയുന്നത് അല്ലേ? ഡയലോഗ് വാസ് സെഡ് ബൈ രമണി, ബൈ രമണി എന്നെഴുതാം. അതിൻ്റെ അടുത്തത് ടു ഗോപി, ഗോപിയുടെ പറഞ്ഞത്. അടുത്തത് നോക്കിക്കേ, ഹൂ ഗ്രാബ്ഡ് ദ ബോൾ ഫ്രം ഗോപി. അതൊരു ചോദ്യം. ഹൗ ഡിഡ് ദ ഗെയിം സ്റ്റാർട്ട്? അത് രണ്ടാമത്തെ ചോദ്യം. ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. മനോജ് ഗ്രാബ്ഡ് ദ ബോൾ ആൻഡ് ടോസ്ഡ് ഓവർ ടു ദീപക്. മനോജ് ഗ്രാബ്ഡ് ദ ബോൾ ആൻഡ് ടോസ്ഡ് ഓവർ ടു ദീപക്. And Gobi told to start the game before it gets dark. And Gobi told to start the game before it gets dark. ഇരുട്ടത്തിന് മുമ്പേ കളിക്കാമെന്ന് പറഞ്ഞു. Thus the game started. Thus the game started. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. Why did everyone laugh at the end of the story? Why did everyone laugh at the end of the story? Everyone laughed because the ball had gone away with the scooter. The ball had gone away with the scooter. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. What would you have done if, like Gobi, you had found a ball that did not belong to you? What would you have done? നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? Like Gobi, ഗോപിനെ പോലെ. You had found a ball that did not belong to you. നിങ്ങളുടേതല്ലാത്തൊരു ബോൾ നിങ്ങൾക്ക് കിട്ടിയാലേ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതിന് നമുക്കെങ്ങനെ ഉത്തരം പറയേണ്ടത്? ഐ വുഡ് ഓൾസോ ഹാവ് ടോൾഡ് മൈ ഫ്രണ്ട്സ്. ഐ വുഡ് ഓൾസോ ഹാവ് ടോൾഡ് മൈ ഫ്രണ്ട്സ് അബൌട്ട് ദ ബോൾ ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഇറ്റ്സ് ഓണർ. അങ്ങനെ പറയേണ്ടത്. ഒന്നുകൂടെ പറയാം. ഐ വുഡ് ഓൾസോ ഹാവ് ടോൾഡ് മൈ ഫ്രണ്ട്സ് അബൌട്ട് ദ ബോൾ ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഇറ്റ്സ് ഓണർ. ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് പന്തിനെ പറ്റി പറഞ്ഞിട്ട് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ നോക്കും. അതാ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തത്, ഇമാജിൻ വാട്ട് ഹാപ്പൻസ് ടു ഹോക്കി ബോൾ. ഇമാജിൻ ചെയ്യുക, എന്താ ഹോക്കി ബോളിന് എന്നാ സംഭവിക്കുന്നത്? ആഫ്റ്റർ ഇറ്റ് ഈസ് ടേക്കൺ അവേ ബൈ ദ സ്കൂട്ടർ. സ്കൂട്ടറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വാട്ട് ഇസ് ഇറ്റ് ഗോ? അതെവിടെ ചെല്ലും? ഹൂ ഫൈൻഡ്? ആരാ കണ്ടെത്തുക? സ്കൂട്ടറുകാരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പന്ത് അയാൾക്ക് കിട്ടും. അയാളുടെ മക്കൾ വല്ലതും ഉണ്ട്, ആ പന്ത് കൊണ്ട് കളിക്കും. ദി ഹോക്കി ബോൾ വിൽ റീച്ച് the house of the owner of the scooter. He will give it to his children to play. അടുത്തത് മൂന്നാമത്, നോട്ടീസ് ദാറ്റ് ദ സ്കൂട്ടറിസ്റ്റ് ഈസ് വെയറിങ് എ ഹെൽമെറ്റ്. നോക്കിയൊക്കെ ആ പടത്തിൽ കണ്ടില്ലേ, അയാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്
ടു വെയർ എ ഹെൽമെറ്റ്? ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? ഷുഡ് ദ പില്യൺ റൈഡർ ഓൾസോ വെയർ എ ഹെൽമെറ്റ്? പില്യൺ റൈഡറും ഹെൽമെറ്റ് വയ്ക്കണോ? ആരാ ഈ പില്യൺ റൈഡറെ? മോട്ടോർ സൈക്കിളിൻ്റെ പുറകിൽ അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളാണ് പില്യൺ റൈഡർ. അപ്പോൾ പില്യൺ റൈഡറും ഹെൽമെറ്റ് വെക്കണം അല്ലേ? അയാളും ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ അതെങ്ങനെ പറയും നമ്മൾ? ഹെൽമെറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ സ്കൂട്ടറിസ്റ്റ് ആൻഡ് എ പില്യൺ റൈഡർ ബിക്കോസ് ദ ഹെൽമെറ്റ് പ്രൊട്ടക്ട്സ് ദ ഹെഡ് ഫ്രം ഹെഡ് ഇഞ്ചുറി. ഈ ക്ലാസ് ഇപ്പോൾ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.